36 വർഷത്തെ CPIM ബന്ധം അവസാനിപ്പിച്ച് അഡ്വക്കേറ്റ് BN ഹസ്കർ. ഇടത് നിരീക്ഷകനും ചാനൽ ചർച്ചകളിലെ CPIMന്റെ മുഖവുമായിരുന്ന അഡ്വക്കേറ്റ് BN ഹസ്കർ CPIM ബന്ധം അവസാനിപ്പിച്ചു. RSPയിൽ ചേരാനാണ് തീരുമാനം. ഇന്ന് വൈകിട്ട് നടക്കുന്ന ബേബി ജോൺ ചരമവാർഷിക സമ്മേളനത്തിൽ ഹസ്കർ പങ്കെടുക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശനൊപ്പമാണ് ഹസ്കർ വേദി പങ്കിടുക. പിന്നീട് ഹസ്കർ RSPയിൽ അംഗത്വം സ്വീകരിക്കും. 36 വർഷത്തെ CPIM ബന്ധമാണ് ഹസ്കർ ഉപേക്ഷിച്ചത്. വെള്ളാപ്പള്ളിയുമായുള്ള ബന്ധത്തിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന് പിന്നാലെ ഹസ്കറിനെ പാർട്ടി ശാസിച്ചിരുന്നു. ജീർണതയുടെ കാലഘട്ടത്തിലാണ് CPIM എന്നും ഒറ്റയ്ക്ക് നിന്ന് പൊരുതാൻ കഴിയില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് RSPയിലേക്ക് പോകുന്നതെന്നും ഹസ്കർ അഭിപ്രായപ്പെട്ടു. പിന്നാലെ VD സതീശനെയും രാഹുൽ ഗാന്ധിയെയും ഹസ്കർ പുകഴ്ത്തി. കേരളത്തിൽ VD സതീശനാണ് യഥാർത്ഥ ഇടതുപക്ഷമെന്നും ഇന്ത്യയിലെ യഥാർത്ഥ ഇടതുപക്ഷ ബദൽ രാഹുൽ ഗാന്ധി നടത്തുന്ന രാഷ്ട്രീയമാണെന്നും ഹസ്കർ കൂട്ടിച്ചേർത്തു. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ട ഹസ്കർ മുഖ്യമന്ത്രിയെ വിമർശിച്ചിരുന്നു. പിന്നാലെ ഹസ്കറിനെ വിളിച്ചു വരുത്തി പാർട്ടി ശാസിച്ചു. CPIMന്റെ ജില്ലാ കോടതി അഭിഭാഷക ബ്രാഞ്ച് യോഗത്തിലായിരുന്നു ശാസനം. സംസ്ഥാന കമ്മിറ്റി അംഗം K സോമപ്രസാദാണ് ഹസ്കറിനെ ശാസിച്ചത്. സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ച പ്രകാരമാണ് ഈ നിർദ്ദേശമെന്നും കർശനമായി പാലിക്കണമെന്നും സോമപ്രസാദ് ഹസ്കറിനെ അറിയിക്കുകയായിരുന്നു. എന്നാൽ വിമർശനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നായിരുന്നു ഹസ്കറിന്റെ നിലപാട്. വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ഹസ്കർ അന്ന് വ്യക്തമാക്കിയത്. ആത്മവഞ്ചന ചെയ്ത വർത്തമാനം തനിക്ക് പറയാൻ കഴിയില്ല. അത് ഛർദിലുണ്ടാക്കുന്നത് പോലെയാണ്. തിരുത്തൽ ശക്തി എന്ന നിലയിലാണ് താൻ അത്തരം കാര്യങ്ങൾ പറഞ്ഞതെന്നും പാർട്ടി അംഗം ചെയ്യേണ്ട ഉത്തരവാദിത്തം മാത്രമാണ് ചെയ്തതെന്നും ഹസ്കർ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ ഇടത് നിരീക്ഷകൻ എന്ന ലേബലാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നതെന്ന് പറഞ്ഞ ഹസ്കർ ഏത് നിരീക്ഷകനായാലും തന്റെ അഭിപ്രായം പറയുമെന്നും പറഞ്ഞിരുന്നു.